பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. 5 ടീമുകൾ മാസും സിന്നും തമ്മിലുള്ള ഒരു അടിക്ക് നല്ല ചാൻസ് ഉണ്ട്. മാസും സിന്നും RSH7 ഇതുവഴി പോയി എന്ന് കണ്ടില്ല. മാസ് ആൻഡ് സിന്ന് തമ്മിലുള്ളൊരു RSH7 പുറകെ കൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു അടി നടക്കാനുള്ള സാധ്യത. മാസ് വേഴ്സസ് സിൻ ഇവിടെ അടി പൊട്ടാൻ പോകുന്നു. മാസ് വേഴ്സസ് സിൻ. അവിടെ മാസ് അൻപാൻ ഒരു നോക്കിട്ടിരിക്കുന്നു. തലപതി അവിടെ നോക്കിട്ടിരിക്കുന്നു. ES ലംബോയെ തലപതി അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. വോൾട്ടിന് അവിടെ സിന്നെ നോക്കാക്കുന്നു. ആൻഡ് ഈ ഒരു ഫൈറ്റിലേക്ക് അവരും ജോയിൻ ചെയ്യാൻ തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിൽ ഫൈറ്റ് ആവാൻ തോന്നുന്നു. വോൾട്ടിന് അവിടെ ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. തലപതി അവിടെ സിന്നിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു. RSH7 തലപതി. ഈസി ഓൾസോ പുഷ്. ഓ RSH7 ദി ഗോഡ് ഉണ്ണി കില്ലറിനെ നോക്കാക്കുന്നു. RSH7 പപ്പു അടുത്തൊരു നോക്കിടുന്നു. RSH7 ലോഡ് പാൽക്കോട്ട് നോക്കിടുന്നു. 3 നോക്കിയിട്ടുണ്ട് അവര്. RSH7 സൈഡിൽ നിന്ന് നല്ല കുറെ നോക്കുകൾ വന്നിട്ടുണ്ട്. RSH7 സിൻ കോസ്മോ അവിടെ പുഷ് ചെയ്തോണ്ടിരിക്കുന്നു. RSH7 മൊത്തത്തിൽ ഒരു ടീമായിട്ട് പുഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ടീമിനെ കൂടെ വൈപ്പ് ചെയ്തിരിക്കുന്നു RSH7 സെക്യൂറിംഗ് അനദർ 4-5 kills. 4 ടീം മാത്രം ബാക്കി. ഓ ES versus EC versus RSH7 versus മാസ് ആണ് the final circle. നമുക്ക് നോക്കാം. 4 ടീമാണ് ഇനി ബാക്കിയുള്ളത്. RC7, നമ്മുടെ ES ആൻഡ് EC ആൻഡ് മാസ്. ഇവരിൽ ആരായിരിക്കും ഈ ഒരു ഫസ്റ്റ് മാച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കണ്ടറിയാം. RC7 ആണെങ്കിൽ നോൺ സ്റ്റോപ്പ് ഓടിക്കൊണ്ടിരുന്ന് ഫൈറ്റ് എടുക്കാനാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ES ആണെങ്കിൽ പിറകെ വന്നിട്ടുണ്ട്. RC7 ഒരു പണി കിട്ടുമ്പോൾ നമുക്ക് കണ്ടറിയാം. ഒരു നടുക്ക്, എല്ലാവരുടെയും ഒരു നടുക്കാണ് RC7 നിൽക്കുന്നത്. എന്തായാലും ഒരു പണിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് അവർക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ, ഇല്ല അവരെ വൈപ്പാക്കാൻ പറ്റുമോ, വേറെ ടീമിനെ വൈപ്പാക്കാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും നല്ലപോലെ സ്മോക്ക് ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ES സോൺ ഔട്ടിലാണ്. സോൺ ഔട്ടിൽ നിന്ന് കയറുന്നുണ്ട്. ഒരു ഫൈറ്റിനുള്ള ചാൻസ് നമ്മൾ കാണുന്നത്. ഇവിടെ RSH7 versus ES ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSH7 versus ES. ഫ്ലിക്ക് അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായി അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായി അവിടെ തിരിച്ച് നോക്കാവുന്നു. RSH7 ഡിഫോൾട്ട് അവിടെ നോക്കാവുന്നു. EC ക്വാർട്ടർ അവിടെ നോക്കിടുന്നു. എന്താ സംഭവിക്കണം? മാസ് ബാക്ക് കയറുന്നു. അവിടെ RSH7 ഒരു പ്ലെയർ മാത്രം ബാക്കി തോന്നുന്നു. RSH7 അവിടെ ഒരു ഷോക്കും സിറ്റുവേഷനിലാണ്. RSH7 വൈപ്പ് ഓഫ് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ആൻഡ് RSH7 ലോഡ് ദി ഗോഡ് ഇപ്പം ആ സ്മോക്കിനകത്തുണ്ട്. മാസ് വേഴ്സസ് പപ്പു അവിടെ നോക്കിടുന്നു. മാസ് കോയ അവിടെ തലപതിയെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് RSH7 അവിടെ വൈപ്പായിട്ടുണ്ട്. RSH7 വൈപ്പായി. പപ്പുണ്ട്. RSH7 വൈപ്പല്ല. 3 ടീമുകൾ മാത്രം ബാക്കി. 3 ടീം. EC വേഴ്സസ് മാസ് വേഴ്സസ് RSH7 ആണ്. പപ്പു അവിടെ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. മാസ് അവിടെ ECയിൽ അടുത്തൊരു നോക്കിടുന്നു. മാസ് സോനുമോൻ അവിടെ ഒരു ഫിനിഷ് എടുക്കുന്നു. ആൻഡ് പപ്പു മാത്രം ബാക്കി. RSH7 പപ്പു മാത്രം ബാക്കി. മാസ് ഫുള്ളായിട്ട് മാസ് ഏകദേശം 9-10 പേര് മെലയുവാണെന്ന് തോന്നുന്നു. 3 ടീം മാത്രം ബാക്കി. 17 പേര് മെലയും. പപ്പു ഒരാളെ നോക്കാക്കി. പക്ഷേ 2 നോക്കും പപ്പു. ആൻഡ് ഒരു ടീം കൂടെ RSH7 എലിമിനേറ്റ് ആയിട്ടുണ്ട്. EC versus മാസ് ആണ് the final circle. EC versus മാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസിന്റെ ഗോഡ് ഫ്ലിക്കോ കറങ്ങി വന്നിട്ടുണ്ട്. ഒരു 3v6 ആണെന്ന് 3v8 ആണെന്ന് തോന്നുന്നു. EC ക്വാർട്ടർ വോൾട്ടിൻ ബാബ മേളിൽ കയറിയിട്ടുണ്ട്. അടിക്കുന്നു. നമ്മൾ ക്വാർട്ടർ ഡൗൺ ആണ്. ബാബ അടിക്കുന്നു. അതുപോലെ സോനുമോന്റെ ഒരു കില്ല് നോക്കുവാണെങ്കിൽ മാസ് ഇസഡ്. എന്റെ മോനെ എന്തൊരു ഡോമിനേഷൻ ആയത് മാസ് ഇവിടെ കാണിച്ചതെന്ന് അറിയത്തില്ല. എന്തായാലും പെർഫെക്റ്റ് ടൈമില് പെർഫെക്റ്റ് ഫൈറ്റ് എടുത്ത് മാസ് ഇസഡ് ഈ ഒരു ഫസ്റ്റ് മാച്ച് ഡോമിനേറ്റ് ചെയ്ത് ചാമ്പ്യൻസ് ആയിരിക്കുന്നു. മാസ് വിത്ത് 32 കിൽസോ ഒന്ന് കാണിച്ചതെന്ന്. മാസ് വിത്ത് 32 കിൽ ആൻഡ് 42 പോയിന്റ്സ് ഒരു സിംഗിൾ മാച്ചില്.
42 പോയിന്റ്സ് സെക്യൂർ ചെയ്തുകൊണ്ടാണ് മാസിന്റെ ഒരു കംബാക്ക്. കുറച്ചു നാള് ഡിസ്മാൻഡിൽ ആയിരുന്ന ഒരു ഗ്യാങ് പുതിയതായിട്ട് റീബിൽഡ് ചെയ്ത് തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വരക്കുമായിരുന്നു. 32 കില്ലേ. Mars with 32 finishes and securing the first point. 42 point. First place with 42 points secure ചെയ്തിട്ടുണ്ട്. ഇനി മാസ് കളിച്ചില്ലെങ്കിലും ക്വാളിഫൈ ആവുന്നതാണ് തോന്നുന്നത്. ആൻഡ് തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ ഹാഷ് ടു എൽ ക്ലാസിക്കോ വിത്ത് 17 ഫ്രാക്സും പൊസിഷൻ പോയിന്റോട് 23 പോയിന്റ്. ആൻഡ് R7 നോക്കുകയാണെങ്കിൽ 18 കിൽ പോയിന്റ്സോടുകൂടി 23 പോയിന്റ്. ആൻഡ് എൽ ക്ലാസിക്കോയും അവരുടെ പോയിന്റ് ചിലപ്പം കഴിച്ചത് ബഗ്ഗാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പോയിന്റ് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ് ഞങ്ങൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തതുപോലെ ഉച്ചയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം മാസ്. മാസ് മാത്രമല്ല, മാസ്, R7 ആൻഡ് അതേപോലെ എൽ ക്ലാസിക്കോ, ഈ 3 ടീമും നല്ല രീതിയിൽ കളിച്ചു. കിട്ടിലും കളിയായിരുന്നു. ആൻഡ് നമ്മള് ടോപ്പ് കില്ല് നോക്കുവാണെങ്കിൽ മാസ് അൺബാൻ വിത്ത് 7 kills, മാസ് ടക്കി നോയൽ വിത്ത് 6 kill, സോനിമോൻ വിത്ത് 5, വോൾട്ടിൻ 5, ഡിവൈൻ XD 4, കിസ ഈസി കിസ 4, R7 ജിൻ സക്കായി 4 kills, മാസ് എയിൻ ടഫ് 3 kill, R7 പപ്പ് 3 kill, KFC യുങ് ലീൻ 3 kill, മാസ് കോയ 3 kill, മാസ് ബുള്ളോപ്പി 2 kill, ഈസി ദീപൻ 2 kill, ഈസി ബാബ 2 kill. ഇങ്ങനെയാണ് R7 ദിഗോഡ് 2 kill. ഇങ്ങനെയാണ് താഴോട്ട് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കിട്ടില്ല മാച്ച്. ഫസ്റ്റ് മാച്ച് തന്നെ വിഷയ മാച്ച് ആയിരുന്നു, ഒന്നും പറയാനില്ല. ആൻഡ് അപ്പൊ അടുത്തൊരു മാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഗ്രൂപ്പ് A B C D. നീ അത് കാര്യം ശ്രദ്ധിച്ചു. അവര് സത്യം പറഞ്ഞ മാസ നടുക്ക ES ആയിട്ടാണ് ഫൈറ്റ് ആണെന്ന് തോന്നുന്നത്. ഈസിയാണ്. ആരുടെ ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ RC7 അവിടെ തേർഡ് പാർട്ടി വരുന്ന ടൈമിന് മാസിസർ അവിടെ അതൊരു അത് നിങ്ങളാരും ശ്രദ്ധിച്ചു. ഹലോ, മാസിന്റെ ആള് വന്നിട്ടുണ്ട്. മാസിന്റെ ബ്രോ എന്താ മാച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് രണ്ടു വാക്ക് ടീമിനെ പറ്റി 2 വാക്ക് സംസാരിക്കണം. മാസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സേതു നമ്മുടെ VC-യിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം സേതു. എന്ത് പറയാനോ, കളിച്ചു വിട്ട്. എന്നാലും 2 വാക്ക് സംസാരിക്കാം അവരുടെ ഗെയിമിനെ പറ്റിയൊക്കെ. കളിച്ചു വിട്ടെന്ന് മാത്രം പറയാം. നല്ല ഗെയിം പ്ലേ ആയിരുന്നു. പയ്യന്മാരെല്ലാം എന്താണെങ്കിലും പറഞ്ഞ കോള് കേട്ട് കളിച്ചു. അത് തന്നെ വലിയ കാര്യം. എല്ലാവരും നല്ലോണം കളിച്ച്, ഓപ്പോസിറ്റ് ഉള്ള ടീമുകളും നല്ലോണം കളിച്ച്. എന്തായാലും മാസിന്റെ കംബാക്ക് ആണോ അത്? നമ്മളതിന് കംബാക്ക് ചെയ്യാൻ എങ്ങും പോയിട്ടില്ലല്ലോ ഈകളെ. നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ. എന്തായാലും നന്നായിട്ട് കളിച്ചു. കിടിലം കളിയാറ് രക്ഷയില്ല. എല്ലായിടത്തും പറയാം കിടിലം അടിപൊളി. ടൂർണമെന്റ് അടിപൊളിയായിട്ട് പോട്ടെ. നല്ലൊരു ടൂർണമെന്റ് ആയിരിക്കട്ടെ നിങ്ങൾക്ക്. പിന്നല്ല. ഓക്കെ എന്തായാലും വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ഒന്നും പറയില്ല. എന്തായാലും നല്ലോണം ടൂർണമെന്റ് നല്ലോണം പോട്ടെ. നമ്മളിത് പണ്ട് തൊട്ടായി ഇങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു ടൂർണമെന്റ് വരണം. ഈകളിൽ അറിയാലോ, നമ്മൾ മുന്നേ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഇത് വന്നതിൽ നമുക്കെല്ലാം നല്ല സന്തോഷമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇത് സക്സസ് ആവട്ടെ. നമുക്ക് ഇതിന്റെ എന്താണെങ്കിലും അടുത്തൊരു V2 വേണം. ഉറപ്പായിട്ടും